5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൂട്ടം ചെറുപ്പക്കാർ അവരുടെ കൂടിയാലോചനയിലൂടെ രൂപപ്പെട്ട ഒരു കൂട്ടായ്മയാണ് സ്നേഹതീരം. സമൂഹത്തിലെ നിരാലംബരായ രോഗികളെ സഹായിക്കുന്നതിന്, പ്രയാസമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റ് നൽകുന്നതിന്, അവരുടെ വീട്ടിൽ മരുന്ന് എത്തിക്കുന്നതിന്, പഠന സഹായം നൽകുന്നതിന്, സമൂഹത്തിലെ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സഹായം എത്തിക്കുക എന്നതാണ് സ്നേഹതീരത്തിൻ്റെ ലക്ഷ്യം. കോവിഡ് മഹാമാരി ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിൽ ഈ കൂട്ടായ്മയുടെ അകമഴിഞ്ഞ സഹായം അത്തരം കുടുംബങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്നേഹതീരം ഇന്ന് 5ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ വരുന്ന 29, 30 തീയതികളിലായി സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് സൗഹൃദ സദസ്സ്, ഒട്ടനവധി കലാപരിപാടികൾ എന്നിവയൊക്കെ ഈ വാർഷികത്തിൻ്റെ ഭാഗമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 29-ാം തീയതി കാലത്ത് കോഴിക്കോട് പ്രവർത്തിക്കുന്ന ക്യാൻസർ ആശുപത്രി MVRലേക്ക് സംഘടനാ പ്രവർത്തകരും സ്നേഹതീരത്തിൻ്റെ പ്രവർത്തകന്മാരും മറ്റ് യുവാക്കളെയും യുവതികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് രക്തദാനം നൽകുകയാണ്. രക്തദാനത്തിൻ്റെ മഹത്വം പുതിയ കാലത്ത് ചെറുപ്പക്കാരിൽ എത്തിക്കുക എന്നത് തന്നെയാണ് ഈ രക്തദാനത്തിലൂടെ സ്നേഹതീരത്തിൻ്റെ പ്രവർത്തകന്മാർ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം പാലിയേറ്റീവ് മേഖലകളിൽ നമുക്കറിയാം ഒട്ടനവധി സംഘടനകളും പ്രസ്ഥാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം ഇന്നും പല പ്രദേശങ്ങളിലും കൃത്യമായി എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ സംഘടനകൾക്ക് അപ്പുറത്ത് ചില ചെറുപ്പക്കാർ ഈ മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രദേശത്തുകാരനായ CTK സജേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സ്നേഹതീരം ചടങ്ങിൽ വെച്ച് ഞങ്ങൾ ആദരിക്കുകയാണ്. അതോടൊപ്പം നമുക്കറിയാം ലഹരി മേഖല പുതിയ ജനറേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എങ്ങനെയെങ്കിലും സമ്പത്ത് വാരിക്കൂട്ടുക എന്നതാണ്. പണമുണ്ടാക്കുന്നതിന് വേണ്ടി ലഹരി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് ചെറുപ്പക്കാർ പോവുകയും വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ അതിന് അടിമപ്പെടുകയും ചെയ്യുന്ന പുതിയ കാലത്ത് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം എന്ന രീതിയിൽ രംഗീഷ് കടവത്തി എന്ന് പറയുന്ന പ്രശസ്തനായ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു പഠന ക്ലാസ്സും കൂടി ഈ സ്നേഹതീരത്തിൻ്റെ വാർഷികത്തിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടനവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള വില്യാപ്പള്ളി ചൂരക്കൊടി കളരി സംഘത്തിൻ്റെ കളരി പ്രദർശനം, അതോടൊപ്പം ഫോക്ലോർ അക്കാദമിയിൽ നേരത്തെ ഒട്ടനവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ കോയക്കാപ്പാട് എന്ന് പറയുന്ന ദഫ് സംഘത്തിൻ്റെ ദഫ് അറബനമുട്ട് ഉൾപ്പെടെയുള്ള ഒട്ടനവധി കലാപരിപാടികളും 30-ാം തീയതി നടക്കുന്നുണ്ട്. ഇങ്ങനെ ഈ വാർഷിക പരിപാടികൾ ഞങ്ങൾ നടത്തുന്നതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഈ കൂട്ടായ്മയിലേക്ക് കൂടുതൽ ചെറുപ്പക്കാരെ ആകർഷിക്കുകയും ഇതിന് ആവശ്യമായിട്ടുള്ള ധനസമാഹരണവുമാണ്. ഈ കാലയളവിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സഹായം നൽകിയിട്ടുള്ളത് സംഘടനാ പ്രവർത്തകരുടെയും അതുപോലെ അഭ്യുദയകാംക്ഷികളായ നാട്ടുകാരുടെയും സഹായത്തിൽ നിന്നാണ്. ഒരു വരുമാന മാർഗമൊന്നും ഇതുവരെ സ്നേഹതീരത്തിനില്ല. ഇപ്പോൾ കൂടുതൽ ആളുകളെ ഇതിൽ ആകർഷിപ്പിച്ച് കൂടുതൽ ധനസമാഹരണം ഉണ്ടാക്കി ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ, പിന്നെ നിർധരായ കുടുംബങ്ങൾക്ക് മരുന്നുൾപ്പെടെയുള്ള ഭക്ഷണം ഉൾപ്പെടെയുള്ള പഠന സഹായം ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി കൂടുതൽ ധനസമാഹരണം നടത്തി ഈ കൂട്ടായ്മയെ ജാതി മത ചിന്തകൾക്കപ്പുറത്ത് സൗഹൃദത്തിൻ്റെ വലയങ്ങൾ തീർത്ത് ഞങ്ങളുടെ പ്രദേശത്ത് ഒരു വലിയ പ്രസ്ഥാനമാക്കി തീർക്കണം എന്നാണ് ഞങ്ങൾ വാർഷിക പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.